ഈ ശ്രീലങ്ക ഇനിയിപ്പോ ഇന്ത്യയിലേക്ക് ശ്രീലങ്ക, ബംഗ്ലാദേശ് എവിടെയൊക്കെ പ്രധാനമന്ത്രിയൊക്കെ ഓടിച്ചു അവിടെ ഇതൊക്കെ നടന്നപ്പോൾ ഇന്ത്യയിൽ ഇത് നടക്കുമോ എന്നുള്ള സ്വപ്നം വെച്ചിട്ട് പല ആളുകൾ ഇരിക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാത്തത് എന്നൊക്കെ പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. അത് അവർക്ക് ഇന്ത്യയെ നരേന്ദ്രമോദി അറിയാഞ്ഞിട്ടാ. മോദിജിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ട്രംപ് ചെയ്തത്. അങ്ങനെ ഇപ്പം അതിന് വെള്ളം കുടിക്കുന്നുണ്ട്. ലോകം മുഴുവൻ മോദിജിയുടെ അനുകൂലമായിട്ട് നിൽക്കുകയും അമേരിക്കക്കാർ പോലും പറയുന്നത് വിവരക്കേടാണ് ഈ കാണിക്കണതെന്നാണ്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരുടെ ഉപദേഷ്ടാവുമാരുൾപ്പെടെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ എക്കണോമിസ്റ്റുകളും, നോബൽ സമ്മാനം മേടിച്ച എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ ട്രംപിനെ കുറ്റം പറയുകയാണ്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് ദർ ഈസ് എ മെത്തേഡ് ഇൻ ദിസ് മാഡ്നസ്. കാരണം ട്രംപ് അധികാരത്തിലേറിയത് ജനുവരിയിലാണല്ലോ. ആദ്യത്തെ 3 മാസം കൊണ്ട് അമേരിക്ക കടമെടുത്തിരിക്കുന്നത് 700 ബില്യൺ ഡോളറാണ്. അത് കഴിഞ്ഞിട്ട് 5-ാം മാസം മെയ്യിൽ അക്കൗണ്ട് ഡെഫിസിറ്റ് 450 ബില്യൺ ഡോളറാണ്. ഓൾമോസ്റ്റ് 2 ട്രില്യൺ ഡോളറാണ് 2024 ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഇതൊക്കെ ഈ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര വലിപ്പത്തിൽ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് പോകാനല്ല, പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. അതായത് മെയ് 2025 കണക്കനുസരിച്ച് 450 ബില്യൺ ഡോളറാണ് അമേരിക്കയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അതായത് 450 ബില്യൺ ഡോളറിനുള്ള എന്താ പറയുക സാധനം മേടിച്ചു, കൊടുക്കാൻ പൈസ ഇല്ല. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊടുക്കാൻ ബാങ്കിൽ കാശില്ല, പേയബിൾ അല്ല അത്. 2024 ബഡ്ജറ്റ് ചെയ്തതും ചെലവും ആയിട്ട് 2 ട്രില്യൺ ഡോളറിന്റെ വ്യത്യാസം. അതായത് 1000 ബില്യൺ ഡോളറിന്റെ വ്യത്യാസം. 1000 ബില്യൺ ഡോളറിന്റെ വ്യത്യാസം. 100 കോടിയാണ് 1 ബില്യൺ. അതെ, ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ്. ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ്. അതിന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ ട്രംപ് എങ്ങനെ പിടിച്ചു വയ്ക്കും? അങ്ങനെ കേറിയത് നല്ല സമയത്താ, നല്ല പണി കിട്ടുന്ന സമയത്താണ്. അയ്യോ, നല്ല പണിയായിട്ട്. ഇതിന്റെ അകത്തെ പല ഈ 2024 ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് പല കാലങ്ങളായിട്ട് വന്നിരിക്കുന്നതാണ്. മാത്രമല്ല, ഈ അമേരിക്ക ഉക്രൈനെ സഹായമായിട്ട് ഇടയ്ക്ക് ഒരു തുക പ്രഖ്യാപിച്ചായിരുന്നു. എത്ര ട്രില്യനായിരുന്നു? അതെനിക്ക് ഓർമ്മയുണ്ട്, വലിയ വലിയ തുക. അത് 2-3 ട്രില്യനാണ്. ഏതാണ്ട് 3 ട്രില്യനോളമാണ് ബൈഡന്റെ കാലത്ത് സഹായമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് കോൺഗ്രസിലൊക്കെ പോയിട്ട് ഇത് റാറ്റിഫൈ ഒക്കെ ചെയ്തതാണ്. അതിനൊന്നും കൊടുക്കാൻ കാശില്ല. മറ്റേ ഒരുമാതിരി കേരള സർക്കാർ പ്രഖ്യാപിക്കുന്ന പോലെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ കാശ് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കണേ.